കച്ചവടക്കാരന് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബിജെപിയുമില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ പറഞ്ഞു. കടകൾക്ക് നേരെ അക്രമം നടത്തുന്നത് തീവ്രവാദപരമാണെന്നും കൃഷ്ണൻ നായർ കൂട്ടിച്ചേർത്തു. കാര്യങ്ങൾ കാണുന്നവരാണ് എന്നൊക്കെ പുറത്ത് പ്രസംഗിക്കുന്ന ആളുകൾ ഈ വ്യാപാര സമൂഹത്തിന്റെ പ്രതിനിധി എടുത്തു നോക്ക്. അവന്റെ കടയിലേക്ക് വരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസുകാരനായാലും ലീഗുകാരനായാലും രാഷ്ട്രീയമുള്ളവനായാലും കൊള്ളാം, ഇല്ലാത്തവനായാലും കൊള്ളാം, ഹിന്ദു ആയാലും കൊള്ളാം, മുസ്ലിം ആയാലും കൊള്ളാം, ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, വെള്ളയുടുപ്പിട്ടവനായാലും കൊള്ളാം, കറുത്തയുടുപ്പിട്ടവനായാലും കൊള്ളാം, എല്ലാവരോടും ഒരു ബന്ധം സ്ഥാപിച്ച് അവനെ നാളെയും എന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പ്രത്യേക താല്പര്യമുള്ള ഏത് തൊഴിൽ ഭാഗത്തിലുള്ള ആളാണ് ഉള്ളത്. കച്ചവടത്തിലുള്ള ആ അവസ്ഥ ഇന്ന് എല്ലാവരുമായി ബന്ധം വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഞങ്ങളെ, ഈ കച്ചവടക്കാരനെ, ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ ഇവിടെ വേട്ടയാടപ്പെടുന്നതിനെതിരെ മനസാക്ഷി ഉണരണ്ടേ? ഇവിടുത്തെ ജനങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയണ്ടേ? കാരണം അങ്ങനെ പറയാത്തത് കൊണ്ട് അക്രമങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഞാൻ പല ആളുകളുമായി ഈ കാരണങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ അവര് പറയുന്നത് ഇത് RSSുമായി ബന്ധപ്പെട്ടതല്ല, ഇത് ക്രിസ്ത്യൻ മതവിഭാഗവുമായി ബന്ധപ്പെട്ടതല്ല, ഇത് മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ടതല്ല. ഇതിന് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പേര് തീവ്രവാദം എന്നാണ്. എന്തെടുത്താലും ഇപ്പോഴത്തെ ഒരു പുതിയ നിഘണ്ടുവിലെ ഒരു നിർവചനമാണ് തീവ്രവാദം. അവനെ ഉടനെ തീവ്രവാദിയായിട്ട് മുദ്ര കുത്തുന്നു. ഇപ്പോൾ ഈ ആളുകളും പറയുന്നതാ, അവരെല്ലാം കുറെ തീവ്രവാദികളാ. അപ്പൊ ഈ തീവ്രവാദികളുടെ തെറ്റായ നടപടികൾക്ക് വിരാമമിടുവാൻ ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ജനസമൂഹം ഇവിടെ അതിനെതിരായി ശബ്ദിക്കുന്നുണ്ടോ? ഇവിടെ കാസർഗോഡ് കടയിൽ അവരുടേതല്ലാത്ത കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെ ഞാൻ കേട്ടത് ആരുടെയോ മതിലിൽ, അതേതെങ്കിലും ആരാധനാലയത്തിന്റെ മതിലിൽ അവരെ വ്രണപ്പെടുത്തുന്ന രൂപത്തിൽ എന്തെങ്കിലും നിറം ഉപയോഗിച്ചോ എന്നുള്ളതൊക്കെ രണ്ടാമത് വരുന്ന വിഷയം. അവരുടെ മതത്തിനെ വ്രണപ്പെടുത്തുന്ന നടപടികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ നടപടിയായിട്ട് ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് ആരുടെയെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുവാൻ ഇവിടെ വ്യവസ്ഥയില്ലേ? ഒരു വ്യവസ്ഥയില്ലേ? അതിന് കടയിൽ കയറി ആക്രമണം നടത്തുന്നതാണോ ഇവിടുത്തെ അതിന് കണ്ടുവച്ചിട്ടുള്ള പ്രതിവിധി? അതാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഞങ്ങൾക്കറിയേണ്ടത് അത് മുസ്ലിം ആയാലും കൊള്ളാം, അത് ഹിന്ദു ആയാലും കൊള്ളാം, അത് ക്രിസ്ത്യാനി ആയാലും കൊള്ളാം, അത് കോൺഗ്രസ് ആയാലും കൊള്ളാം, അത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും കൊള്ളാം, അല്ലെങ്കിൽ ഇതൊന്നും പെടാത്ത ഒരാളായാലും കൊള്ളാം, ഒരു കുറ്റകരമായ സാമൂഹ്യ വിരുദ്ധമായ ഒരു നടപടി ഉണ്ടായാൽ നമ്മുടെ ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും ഒക്കെ പറയപ്പെടുന്ന ക്രിമിനൽ കുറ്റം നടത്തപ്പെട്ടാൽ അത് കൈകാര്യം ചെയ്യേണ്ടത് വ്യക്തികളാണോ? അത് കൈകാര്യം ചെയ്യേണ്ടത് ഏതെങ്കിലും സംഘടനയാണോ? അതല്ല. നിയമത്തിന്റെ വഴിക്ക് പോകത്തക്കവണ്ണമുള്ള ഒരു നിലപാട് സ്വീകരിക്കത്തക്കവണ്ണം ഇവിടുത്തെ ബഹുജന സംഘടനകൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഭരണകൂടത്തിന്റെ അതിന്റെ ഉത്തരവാദിത്വമുള്ള ആളുകൾ, ഭരണാധികാരികൾ അവരല്ലേ ഇത് ചെയ്യേണ്ടത്? അതിന് പകരം കാസർഗോഡ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളെ രാഷ്ട്രീയമായി കണ്ടുകൂടാ. അത് തീവ്രവാദപരമാണ്. ആരെങ്കിലും ചെയ്യുന്ന കുറ്റത്തിന് വ്യാപാരികൾ കുറ്റവാളികളാകുന്നത് എങ്ങനെയെന്ന് അക്രമം നടത്തുന്നവർ ചിന്തിക്കണം. ആരാധനാലയങ്ങളുടെ മതിൽ ആരെങ്കിലും കേടാക്കിയാൽ വ്യാപാര സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നതിൽ എന്താണ് ന്യായമെന്നും കൃഷ്ണൻ നായർ ചോദിച്ചു. നിയമം വ്യക്തികളും സംഘടനകളും കയ്യിലെടുക്കുന്നത് ക്രിമിനലിസമാണ്. ഇവരെ നിലക്ക് നിർത്തണം. വ്യാപാരിയുടെ തൊഴിലാണ് വ്യാപാരം. അക്രമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് രൂപയാണ് വ്യാപാരിക്ക് നഷ്ടമാകുന്നതെന്നും കൃഷ്ണൻ നായർ പറഞ്ഞു.